വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. നമ്മുടെ കേരള പാഠാവലിയുടെ 6ാം ക്ലാസ്സിലെ യൂണിറ്റ് 2 ആവും ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 1ൻ്റെ എല്ലാ നോട്ടുകളും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അതിൻ്റെ അതായത് മൂന്ന് പാർട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. പാഠം നോക്കിയെടുത്ത് അതുപോലെ എഴുതിയെടുക്കണേ. നമുക്ക് 18-ാം തീയതി മുതൽ എക്സാം വരുന്നുണ്ട്. യൂണിറ്റ് 2 ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ആദ്യമേ തന്നെ നിങ്ങളുടെ ടെസ്റ്റിൽ കണ്ടോ നിങ്ങളെ ഇതാ പാഠം നടുകിൽ തിന്നാമെന്നാണ് അതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് പഠിക്കാനങ്ങ് ഒന്നുമില്ല. ഈ നടുകിൽ തിന്നാമെന്നുള്ളത് നമുക്കിലുയരാം നടുകിൽ തിന്നാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന വരികളുടെ ഒരു ഭാഗമാണ് നമ്മുടെ യൂണിറ്റിൻ്റെ തലക്കെട്ട് തന്നെ. എന്താ നടുകിൽ തിന്നാമെന്നുള്ളത്. ഓക്കെ, നമുക്കിലുയരാം നടുകിൽ തിന്നാം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന വരികളുടെ ഒരു ഭാഗമാണ് ഈ യൂണിറ്റിൻ്റെ തലക്കെട്ട് അല്ലേ. നമിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമിക്കുക എന്ന് വെച്ചാൽ എന്താ, നമ്മൾ തൊഴുക എന്നൊക്കെ പറയുന്നത്. നമിക്കുകയാണെങ്കിൽ നമുക്ക് വളർച്ചയുണ്ടാകും. എന്നാൽ നടുകയാണെങ്കിൽ തിന്നാനുള്ളത് ലഭിക്കും അല്ലേ. നമ്മൾ തന്നെയാണ് ഈ നരകവും സ്വർഗവും പണിയുന്നത്. എല്ല് മുറുകെ പണി ചെയ്താൽ പല്ല് മുറുകെ തിന്നാം എന്ന ആശയം പോലെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് കാണാതെ പഠിക്കാനൊന്നും ഇല്ല കുഞ്ഞുങ്ങളെ കേട്ടോ. അതൊന്ന് റഫായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് പാഠത്തിലോട്ട് കയറാം. പാഠം 1, കോയയുടെ ചെറിയ വസ്തുക്കൾ. അബ്ദുൽ ഹാമിദ് അഹ്മദ് എഴുതിയ ഒരു പാഠമാണ്. കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന് പറയുന്നത് കേട്ടോ. ജോലി നേടാൻ വേണ്ടി അന്യനാടുകളിൽ അലയാൻ വിധിക്കപ്പെട്ടതാണ് നമ്മുടെ മലയാളികൾ അല്ലേ. ലോകത്ത് ഏത് പ്രദേശത്ത് ചെന്നാലും ഏതെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മലയാളികളെ നമുക്ക് കാണാം അല്ലേ. അഭ്യസ്തവിദ്യരാണെങ്കിൽ പോലും മലയാളി തൊഴിൽ തേടുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്യാതെ നാടുകൾ തോറും തേടി അല്ലേ ജോലിക്ക് വേണ്ടി അലയുകയാണ്. ഇങ്ങനെ അറബി നാട്ടിലെത്തിയ ഒരു മലയാളിയുടെ ജീവിതം കണ്ടറിഞ്ഞ അറബി എഴുത്തുകാരനായ കേട്ടോണേ അബ്ദുൽ ഹാമിദ് അഹമ്മദ് കഥാകൃത്തിൻ്റെ കഥയാണ്. അബ്ദുൽ ഹാമിദ് അഹമ്മദ്, പേര് കറക്റ്റ് ഓർത്തോണേ. അബ്ദുൽ ഹാമിദ് അഹമ്മദ് കഥാകൃത്തിൻ്റെ കഥയാണ് പഠിക്കേണ്ടത്. അറബി നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളിയുടെ ജീവിതം എഴുത്തുകാരൻ പച്ചയ്ക്ക് അവതരിപ്പിക്കുകയാണ് നമ്മുടെ കവിതയിൽ. കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന് പറയുന്ന കഥയിലൂടെ. നമുക്ക് ആ ടെസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം കുഞ്ഞിലെ. കാരണം ഈ കഥയുമായിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഇരിക്കുന്നത്. ഞാനൊന്ന് എളുപ്പം വായിക്കാൻ നിങ്ങൾ കേട്ടിരിക്കണം. കാരണം അതിൽ തന്നെ ഉണ്ട് ക്വസ്റ്റ്യൻ ആൻസർ. അതിൻ്റെ മേളിൽ തന്നെ തൊഴിൽ തേടി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരെക്കുറിച്ചും തൊഴിലിടങ്ങളിലെ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം അല്ലേ. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ ജീവിതം അടുത്തെറിഞ്ഞ ഒരു അറബി എഴുത്തുകാരൻ്റെ രചനയുടെ പരിഭാഷയാണിത്. ആരാ എഴുത്തുകാരൻ? നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, അബ്ദുൽ ഹാമിദ് അഹമ്മദ് കേട്ടോ. അദ്ദേഹം എഴുതിയ ഒരു കഥയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നോക്കുക, കോയയുടെ ചെറിയ വസ്തുക്കൾ. ഞാൻ സ്പീഡിൽ വായിക്കാൻ കേട്ടിരുന്നോടെ കുഞ്ഞുങ്ങളെ. ഒരു കപ്പ് കാപ്പി കുടിച്ച് അല്ലലില്ലാത്ത മനസ്സുമായി അയാൾ ഇരുന്നു. ആ ദിവസം ഭാര്യയിൽ നിന്നും ലഭിച്ച മനസ്സ് നിറച്ച വാർത്തകൾ അയാൾ സന്തുഷ്ടനായിരുന്നു. രാവിലെ മാർക്കറ്റിൽ പോയി ജനക്കൂട്ടത്തിൻ്റെ ഒരു ഭാഗമായി എന്ന് വെച്ചാൽ ചന്തയിൽ പോയി എന്നിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലായി. അവിടെ എങ്ങും തെരുവ് കച്ചവടക്കാരെ ഇടം പിടിച്ചിരുന്നു. അവിടെ എങ്ങും എന്ന് വെച്ചാൽ എല്ലായിടത്തും കച്ചവടക്കാരുണ്ടല്ലോ സ്ഥാനം പിടിച്ചിരുന്നു. എല്ലാത്തരം വസ്ത്രങ്ങളും അവർ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങളും മേൽവസ്ത്രങ്ങളും എല്ലാം അതിലുണ്ടായിരുന്നു. പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ച് മുമ്പ് വരെ അയാൾ സംശയിച്ചു നിൽക്കുകയായിരുന്നു. പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് അയാൾ കുറച്ചു മുമ്പ് വരെ സംശയിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഒടുവിൽ അയാൾ ചോദിച്ചു, മുതലാളി 100 ദിർഹം തരാമോ? മാസാവസാനം തിരിച്ചു നൽകാം. അദ്ദേഹത്തിൻ്റെ മുതലാളി അടുത്ത് നിൽപ്പുണ്ട്. മുതലാളിയോട് ചോദിക്കുന്ന, മുതലാളി എനിക്കൊരു 100 ദിർഹം തരുമോ? ഗൾഫ് രാജ്യങ്ങളിലെ കുഞ്ഞുങ്ങളെ ഇവിടെ പറയുന്നത് കേട്ടോ. ഗൾഫിൽ പോയ ഒരാളുടെ കഥയാണ് നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുതലാളിയോട് ഈ ആൾ ചോദിക്കുന്നതാണ്, മുതലാളി എനിക്കൊരു 100 ദിർഹം തരുമോ? മാസാവസാനമായില്ലേ, എൻ്റെ ശമ്പളം തരാറായില്ലയോ, എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നതാണ്. 100 ദിർഹം അയാളുടെ പോക്കറ്റിൽ ഭദ്രമായി എന്ന് വെച്ചാൽ ചോദിച്ചപ്പോഴേ ആ മുതലാളി അതെടുത്ത് കൊടുത്തു എന്നാണ്. തളർന്ന ഹൃദയത്തിൽ അല്പം സന്തോഷം നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സ് തളർന്നു കിടക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്താണ്, പൈസ കിട്ടിയപ്പോൾ ഒരു സന്തോഷം നിറഞ്ഞു. ഈ 100 ദിർഹം നോട്ട് പുറത്തെടുത്ത് വിരലുകൾക്കിടയിൽ മുറുക്കി അദ്ദേഹം പിടിച്ചു. കൊടും ചൂടത്ത് ആ നോട്ട് വിയർപ്പിൽ നനഞ്ഞിരുന്നു. നല്ല ചൂടാണ്, ഗൾഫ് രാജ്യങ്ങളിലല്ലേ നല്ല ചൂടാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൈ അന്നേരം എന്താ നിങ്ങളെ വിയർത്ത് എന്ന് വെച്ചാൽ ആ പണത്തിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ ആ കയ്യിൽ ആ പണം എന്താ നനഞ്ഞു കുളിച്ചു വന്നു. പിന്നെ കോയ വസ്ത്രക്കൂമ്പാരങ്ങളിലേക്ക് നോക്കി. അന്താളിച്ച കണ്ണുകൾ ഒടുവിൽ ഒരു പച്ചപ്പെട്ടിയിൽ തങ്ങി നിന്നു. അതിൽ കുട്ടിയുടുപ്പും ട്രൗസറും മുന്നാരത്തുണിയുമാണ്
തുണിയുമാണ് ഉണ്ടായിരുന്നത്. അയാൾ അതെടുത്തു. അതിൽ നിന്നും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സുഗന്ധം ഉയർന്നതായിട്ട് അയാൾക്ക് അനുഭവപ്പെട്ടു. വില നൽകി കുട്ടിയുടുപ്പിൻ്റെ കൂട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു നീങ്ങി. കുഞ്ഞിൻ്റെ ഉമ്മയ്ക്കും എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് അപ്പോഴാണ് അയാൾ ഓർത്തത്. ആ ചിന്ത അയാളെ അടുത്ത കടയിലേക്കും നയിച്ചു. അയാളെ തേടി ഒരു നല്ല വാർത്ത വന്നിട്ട് എത്രയോ നാളായിരുന്നു. എന്നാൽ ഇന്നലെ വന്ന ആ കത്തിൽ ഒരു സുവാർത്ത ഉണ്ടായിരുന്നു. വിദൂരത്തുള്ള അയാളുടെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. ആ കത്ത് അയാൾ വീണ്ടും വീണ്ടും എടുത്ത് വായിച്ചു. അയാളുടെ നിശ്വാസങ്ങൾക്ക് ചൂടേറി. അയാൾ കത്തിൽ ഉമ്മ വച്ചു. കടലാസ് നിവർത്തി മറുപടി എഴുതാൻ തുടങ്ങി. ഭാര്യയുടെ കത്തിൽ ഇങ്ങനെ പറഞ്ഞു: 1 മാസത്തേക്ക് എനിക്ക് ജോലിക്കൊന്നും പോകാനാകില്ല. അതിനാൽ വീട്ടു ചെലവിനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനുമുള്ള പണം മുഴുവനായും ഇനി അയക്കണം. അത് കുഴപ്പമില്ല, അയാൾ മനസ്സിലപ്പോഴേ മറുപടി പറഞ്ഞു. ഈ മറുപടി അയാൾ ഇങ്ങനെയാണ് തുടങ്ങിയത്: അവന് അബ്ദുല്ല കോയ എന്ന് പേരിടുക. കത്തിൻ്റെ മറുപടി കേട്ടോ. അമ്മ പറഞ്ഞ എന്താണ്, ഈ മാസം എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല, ഞാൻ പ്രസവിച്ച് കിടക്കുകയല്ലേ, അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് ഈ മാസത്തെ 1 മാസത്തേക്ക് കേട്ടോ എനിക്ക് ജോലിക്കൊന്നും പോകാനാകില്ല. അതിനാൽ വീട്ടു ചെലവിനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനുമുള്ള പണം മുഴുവനായും എനിക്ക് അയക്കണം. അത് കുഴപ്പമില്ല എന്ന് അദ്ദേഹം മനസ്സിൽ പറയുകയും ചെയ്തു അല്ലേ. മറുപടി അയാൾ ഇങ്ങനെയാണ് തുടങ്ങിയത്. അവന് അബ്ദുല്ല, കൊച്ചിന് എന്ത് പേരാ കൊടുക്കണമെന്ന് നോക്കി കഴിഞ്ഞാൽ അബ്ദുല്ല കോയ എന്ന് പേരിടുക, അല്ലെങ്കിൽ ഈസ. അബ്ദുല്ല കോയ അല്ലെങ്കിൽ ഈസ എന്ന് പേര് കൊടുക്കുക. വേണ്ട, മുഹമ്മദ് കോയ. നീ അവന് ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ സമയത്ത് നിനക്കൊപ്പം ഉണ്ടാകണമെന്നുണ്ട്. പക്ഷേ നിനക്കറിയാമല്ലോ, എനിക്കാകെ ചെയ്യാൻ കഴിയുക ഇവിടെ ജോലി ചെയ്യുക എന്നതു മാത്രമാണ്. അയാൾ എഴുത്തു നിർത്തി. എഴുതിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഭാര്യയുടെ കത്ത് കിട്ടിയപ്പോൾ മുതലാളിക്കടുത്തേക്ക് അയാൾ ഓടിച്ചെന്നു. ചിരിച്ചുകൊണ്ട് പറഞ്ഞത് ഓർത്തു. മുതലാളി, എനിക്കൊരു മകൻ പിറന്നു. മൂത്ത ഒരാൺകുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് നേരത്തെ മൂത്ത ഒരാൺകുട്ടി ഉണ്ടായിരുന്നു. അവൻ ട്രെയിൻ തട്ടി മരിച്ചു. 14 കൊല്ലം മുമ്പാണത്. ഇപ്പോൾ എനിക്ക് വേറെ ഒരു കുട്ടിയും കൂടെ ജനിച്ചു എന്ന്. ഇത് കേട്ടപ്പോൾ മുതലാളി അയാളെ അഭിനന്ദിച്ചു കടന്നുപോയി. കോയ അവിടെ നിന്ന് എന്ത് ചെയ്തു? കോയ കുറച്ചു നേരം കൂടെ അവിടെ ഇങ്ങനെ നിന്നു. അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു. അയാൾ കത്തിൽ കൂട്ടിച്ചേർത്തു: കുഞ്ഞിനെയും നിന്നെയും എത്രയും പെട്ടെന്ന് വന്ന് ഞാൻ കാണാൻ ശ്രമിക്കും കേട്ടോ. അതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കുഞ്ഞുങ്ങളെ. അയാൾ എഴുതിയ മറുപടി എന്താന്ന്: ഞാൻ സാധനങ്ങൾ തപാലിലാണ് അയക്കുന്നത്. കുഞ്ഞിനെ നന്നായി നോക്കുക. ഇനി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. സാവധാനം എഴുത്തു നിർത്തി. അയാൾ ഭാര്യയ്ക്ക് വാങ്ങിയ സാധനങ്ങൾ പെട്ടിയിലാക്കി ഒരു ബ്രൗൺ കടലാസ് കൊണ്ട് പൊതിഞ്ഞു. അതൊക്കെ നല്ലപോലെ പഠിക്കണേ, ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട് കേട്ടോ. സാധനങ്ങൾ പെട്ടിയിലാക്കി ഒരു ബ്രൗൺ കടലാസ് കൊണ്ട് അത് പൊതിഞ്ഞു. രാത്രി 9 മണിയായി. കോയയുടെ മുറിയിൽ നിശ്ചലത താളം കെട്ടി നിന്നു. അതും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടോ. അവിടെ ഉണ്ടായിരുന്ന ട്രങ്ക് പെട്ടിയും നിറം മങ്ങിയ തറവിരിപ്പും ഒഴിച്ച് മറ്റിടമെല്ലാം ശൂന്യമായിരുന്നു. അയാൾ ദീർഘനിശ്വാസങ്ങൾ വിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആരോ മുട്ടി വിളിച്ച് ചോദിച്ചു: ഭക്ഷണം കഴിക്കുന്നില്ലേ? അയാൾ പ്രിയപ്പെട്ട വസ്തുക്കൾ മുറിയിൽ വെച്ച് മുരളി, ജോസഫ്, സിംഗ്, ഗുൽസാദിഹ് എന്നിവരോടൊപ്പമായിരുന്നു. കുബൂസ്, റൊട്ടിയും കറികളും മുന്നിലുണ്ടായിരുന്നു. അയാൾ ആശ്ചര്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ മറ്റുള്ളവർ അത് ശ്രദ്ധിച്ചതേയില്ല. 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവൻ വന്നു. ദൈവമേ, ഞാൻ സന്തുഷ്ടനാണ്. മുറിയിൽ തിരിച്ചെത്തി അയാൾ കത്തെഴുത്ത് തുടർന്നു. 14 വർഷങ്ങൾ. അവൻ വന്നു. അവന് നിനക്കിഷ്ടമുള്ള പേരിടുക. ദൈവം മുഹമ്മദ് കോയയ്ക്ക് പകരം തന്നതാണ് അവനെ. എന്ന് വെച്ചാൽ 14 വർഷം മുമ്പേ മരിച്ചുപോയ ആ കുട്ടിക്ക് പകരം നിനക്ക് ദൈവം തന്നതാണ്. ഇതൊക്കെ അയാൾ കത്തിൽ എഴുതുന്ന കാര്യങ്ങളാട്ടോ. 14 വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പു പാളങ്ങൾ വിഴുങ്ങിയ മുഹമ്മദ് കോയയ്ക്ക് പകരം പിറ്റേന്ന് അയാൾ പാഴ്സലുമായി, അതിന് പകരം അത്രയേ ഉള്ളൂ. പിന്നെ അടുത്തതാണ്, പിറ്റേന്ന് അയാൾ പാഴ്സലുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങി. മകനെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മാത്രമാണ് അയാൾ ഓർത്തത്. അയാളുടെ ഭാര്യ പാഴ്സൽ തുറന്ന് കത്ത് വായിച്ചും വിതുമ്പും. ഇളം പൈതലിനോടും പറയും: നിന്റെ ഉപ്പ ഇതാ നിനക്ക് കുഞ്ഞുടുപ്പുകൾ കൊടുത്തയച്ചിരിക്കുന്നു എന്ന്. മാസം പകുതിയേ ആയിട്ടുള്ളൂ. അടുത്തൊന്നും നാട്ടിലേക്ക് പോകുന്ന കാര്യം അയാൾ ആലോചിച്ചിട്ടേയില്ല. അതിനാലാണ് പാഴ്സൽ അയക്കാനുള്ള തീരുമാനങ്ങൾ കോയ എത്തിയത്.
തീരുമാനത്താൽ കോയ എത്തിയത്. ആളുകൾ പോസ്റ്റ് അകത്തേക്ക് വരികയും പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി 50 ദിർഹം കൂടി വേണം. കോയ ആണി അടിച്ച് തറച്ചതുപോലെ അവിടെ അങ്ങ് നിന്നു. അതായത് നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുത്താലേ പാഴ്സൽ അയക്കണമെങ്കിൽ ഇനി 50 ദിർഹവും കൂടി വേണമെന്ന് അല്ലേ. അയാൾക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നി. ക്വസ്റ്റ്യൻ ആൻസർ ആണ്. നടപ്പാതയിൽ അല്പനേരം കുത്തിയിരിക്കെ പാഴ്സൽ കയ്യിൽ നിന്നും മടിയിലേക്ക് വീണു. പാഴ്സൽ കേരളത്തിലേക്ക് അയക്കാനുള്ള ചാർജ് തികയില്ല. 50 ദിർഹം കൂടി. പക്ഷേ എവിടെ കിട്ടും? നടപ്പാതയിൽ ജനം പെരുകി. ചൂടും ശബ്ദങ്ങളും ഈച്ചകളും നിറഞ്ഞു. പതുക്കെ അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങി. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആവും നിങ്ങളെ. സന്തോഷത്തിൻ്റെ അവസാന ബിന്ദു കാറ്റുപൊട്ടി പറത്തിക്കളയുന്നത് പോലെ ഇല്ലാതെയായി. ആ നിമിഷത്തിൻ്റെ കയ്പ് എല്ലാം തുലച്ചു. ഇളം കുഞ്ഞിൻ്റെ മേനിയുടെ സുഗന്ധം അയാളുടെ മൂക്കിലേക്ക് കടന്നു വരാതെയായി. ബാക്കിയായത് അയാളുടെ ഭാര്യയുടെ കണ്ണീർ. വർഷങ്ങളായി തുടരുന്ന ദുരിതങ്ങൾ, മനസ്സുമടുപ്പിൻ്റെ കയ്പ്, ഏകാന്തതയുടെ മുൾശിഖരങ്ങൾ, റോഡ് പണിക്കാരനായി കഴിഞ്ഞ വർഷങ്ങൾ. ഈ നടപ്പാത, ഈ തെരുവ് എല്ലാം നിർമ്മിച്ചത് കോയയും സഹപ്രവർത്തകരുമാണ്. രാത്രി ഏറെ നേരം അലക്ഷ്യനായി അയാൾ നടന്നു. പെട്ടെന്ന് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും തരി അയാളുടെ ഉള്ളിൽ വീണു. പിറ്റേന്ന് രാവിലെ ക്ഷീണിച്ച കാലുകളുമായി അയാൾ മാർക്കറ്റിലേക്ക് നടന്നു. ജനങ്ങൾ അവിടേക്ക് വന്നു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. തെരുവ് കച്ചവടക്കാരനോട് കോയ ചോദിച്ചു, ഈ സാധനങ്ങൾ നിങ്ങൾ തിരിച്ചെടുക്കുമോ? ഇന്നലെയാണ് ഞാനിത് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത്. കച്ചവടക്കാരൻ അയാളെ നോക്കിയതേയില്ല. അയാൾ ജനങ്ങളെ ആകർഷിക്കാൻ അവിടെ നിന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. കോയ ആത്മഗതമെന്നോണം സ്വരം താഴ്ത്തി പറഞ്ഞു, അവൾക്ക് പിന്നീട് അയക്കാം. കുട്ടിക്കുള്ളത് അയക്കാൻ ഉമ്മയ്ക്ക് വാങ്ങിയതിൻ്റെ വില മതിയാകും. ഒരു കാര്യം ചെയ്യാം, ഒരു തുണി മേടിച്ചായിരുന്നല്ലേ, ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ തുണി അങ്ങ് കൊടുക്കുക, ആർക്കെങ്കിലും കൊടുക്കാം, എന്നിട്ട് കുട്ടിയുടെ അങ്ങ് അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അയാൾ മാർക്കറ്റിൽ ചുറ്റി നടന്ന് ഇരിക്കാനുള്ള, ഇനി ഇതെങ്ങനെങ്കിലും ഈ അമ്മയുടെ സാധനം മേടിച്ചത് വിറ്റ് ആ പൈസ കിട്ടുമല്ലോ, അപ്പോൾ ആ പൈസ കൊണ്ട് കൊച്ചിൻ്റെ തുണി പാഴ്സൽ അയക്കാമെന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇരുന്ന് വിൽക്കാൻ വേണ്ടി അയാൾ അവിടെ എല്ലാം നോക്കുക. ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിച്ച വസ്തുക്കൾ വിൽക്കാനായിട്ട് അവിടെ ഇങ്ങനെ നിരത്തി വെച്ചു. പക്ഷെ ആരും അത് വാങ്ങിയില്ല. ഓരോരുത്തരായിട്ട് കേണു. ഇത് നല്ല തുണിയാണ്, ഇന്നലെ 40 വാങ്ങിയതാണ്, 30 ഞാൻ തരാം ഒരാൾ. അപ്പോൾ അതിലേക്ക് കടന്നുപോയി. എല്ലാവരും കടന്നുപോയി. ആരും അയാളുടെ അടുത്തേക്ക് വന്നില്ല. ഇത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായി വാങ്ങിയതാണ്. അയാൾ ഏകനായി. തൻ്റെ കയ്യിലുള്ള വസ്തുക്കൾ ശൂന്യതയിൽ പ്രദർശിപ്പിക്കുന്ന ഒരാളായിട്ട് അവിടെ മാറി. ദേഷ്യം കൊണ്ടന്നേരം വിറച്ചു. ദുഃഖവും കയ്പും നിറഞ്ഞു. സന്തോഷം മറന്നു. ഭാര്യയെയും മകനെയും മറന്നു. അയാൾ ലക്ഷ്യമില്ലാതെ അലയാൻ തുടങ്ങി. അത് വാങ്ങാൻ ആരും ഉണ്ടായിരുന്നില്ല. കോയ വൻ നഗരത്തിൻ്റെ തെരുവുകളിലൂടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് നടത്തം ഇങ്ങനെ തുടരുകയാണ്. അയാളുടെ കയ്യിൽ നിന്ന് പടം കണ്ടില്ലയോ? ആരും ആ സാധനം വാങ്ങിയില്ല കുഞ്ഞുങ്ങളെ. കേട്ടോ, നല്ലൊരു കഥയല്ലേ. അപ്പം ഈ കഥയിലെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്കങ്ങ് നോക്കാം. ഫസ്റ്റ് നമ്മൾ വായിച്ചായിരുന്നല്ലോ നടുകിൽ തിന്നാം എന്നുള്ളത്. അതിൻ്റെ കോയയുടെ ചെറിയ വസ്തുക്കൾ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ആ ദിവസം ഭാര്യയിൽ നിന്ന് ലഭിച്ച മനസ്സ് നിറഞ്ഞ വാർത്ത അയാൾ സന്തുഷ്ടനായിരുന്നു. എന്ത് വാർത്തയായിരുന്നു നിങ്ങളെ അയാൾക്ക് ആ ഭാര്യ അയച്ചു കൊടുത്തത്? അയാളുടെ ഭാര്യ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി എന്നതായിരുന്നു ആ എഴുത്തിലുണ്ടായിരുന്നത്. കേട്ടോ, എന്ത് വാർത്തയായിരുന്നു? ആ ദിവസം ഭാര്യയിൽ നിന്ന് ലഭിച്ച മനസ്സ് നിറഞ്ഞ വാർത്ത എന്തായിരുന്നു നിങ്ങളെ? അയാളുടെ ഭാര്യ 14 വർഷം മുമ്പേ തൻ്റെ മൂത്ത മകൻ മരിച്ചു അല്ലേ. പിന്നെ അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ 14 വർഷം കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ വീണ്ടും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയതായിരുന്നു സന്തോഷ വാർത്ത. അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞു. അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞിരുന്നു. കാരണം എന്ത്? കോയയുടെ ആദ്യത്തെ മകൻ വർഷങ്ങൾക്ക് മുമ്പ് ട്രെയിൻ അപകടത്തിൽ മരണപ്പെട്ടു. ഭാര്യയുടെ കത്ത് കിട്ടിയപ്പോൾ അയാൾക്ക് സന്തോഷമായി. 14 വർഷങ്ങൾക്ക് ശേഷം മകൻ ജനിച്ചിരുന്നു. അയാൾ പെട്ടെന്ന് തൻ്റെ മുതലാളിയുടെ അടുത്ത് ചെന്നു. തനിക്ക് കുഞ്ഞു ജനിച്ച വിവരം പറയുന്നു. മുതലാളി അയാളെ അഭിനന്ദിക്കുന്നു. ആ സമയം അയാളുടെ ഹൃദയം സന്തോഷത്താലും പ്രതീക്ഷകളാലും നിറഞ്ഞു എന്നതാണ്. ഓക്കെ ആണോ? വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇത് അതുപോലെ എഴുതിയെടുക്കണേ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, കോയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് എപ്പോഴാണ്?
കോയയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് എപ്പോഴാണ്? ഭാര്യയ്ക്ക് കത്തെഴുതുന്ന സമയത്ത് കുഞ്ഞിനെയും നിന്നെയും എത്രയും പെട്ടെന്ന് വന്ന് ഞാൻ കാണാൻ ശ്രമിക്കുമെന്നും കുഞ്ഞിന് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങി ഞാൻ തപാൽ വഴി അയക്കുന്നുണ്ടെന്നും കുഞ്ഞിനെ നന്നായി നീ നോക്കണമെന്നും ഇനി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അല്ലേ? ആ ടെസ്റ്റ് വായിച്ച് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഭാര്യയ്ക്ക് കത്തെഴുതുന്ന സമയത്ത് കുഞ്ഞിനെയും നിന്നെയും എത്രയും പെട്ടെന്ന് വന്ന് ഞാൻ കാണാൻ ശ്രമിക്കാമെന്നും കുഞ്ഞിന് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങി ഞാൻ പാഴ്സൽ വഴി അയക്കുന്നുണ്ടെന്നും കുഞ്ഞിനെ നന്നായി നോക്കണമെന്നും ഇനി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്നും ഇത്രയും എഴുതിയപ്പോഴേക്കും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ മൂന്നാമത്തെ ചോദ്യം ഉത്തരം. അടുത്ത പതുക്കെ അയാളുടെ ആഹ്ലാദം അങ്ങ് കെട്ടടങ്ങി. എന്തുകൊണ്ടാവും നിങ്ങളെ ആ സാധനം പാഴ്സൽ അയക്കാൻ പറ്റിയില്ല അല്ലേ? മുതലാളിയോട് 100 ദിർഹം കടം വാങ്ങിയാണ് സമ്മാനങ്ങൾ വാങ്ങിയത്. സന്തോഷത്തോടെയാണ് ഈ പാഴ്സലുമായിട്ട് അയാൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോയത്. എന്നാൽ ആ പാഴ്സൽ അയക്കണമെങ്കിൽ ഇനി 50 ദിർഹം കൂടി വേണം. അത് അയാളുടെ കയ്യിലില്ലായിരുന്നു. ആ നിമിഷം അയാളുടെ ആഹ്ലാദം കെട്ടടങ്ങി. നല്ല ആ കഥ അറിയാവുന്നവർക്ക് ഇതിൻ്റെ ഏത് ചോദ്യം ചോദിച്ചാലും എഴുതാൻ പറ്റത്തില്ലയോ നിങ്ങളെ? നല്ല കഥയല്ലേ? ഭാര്യയ്ക്ക് വേണ്ടി വാങ്ങിയ വസ്തുക്കൾ വിൽക്കുന്നതിലേക്ക് കോയയെ നയിച്ച സാഹചര്യം എന്തായിരുന്നു? ഭാര്യയ്ക്ക് മേടിച്ച സാധനങ്ങൾ വിറ്റിട്ട് എൻ്റെ കുഞ്ഞിനെങ്കിലും എന്തെങ്കിലും അയച്ചു കൊടുക്കാമെന്ന് അയാൾ വിചാരിച്ചല്ലേ? തുണി വാങ്ങിയ ശേഷം അയാളുടെ കയ്യിൽ ബാക്കി കുറച്ച് തുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തുണികൾ തപാലിൽ അയക്കണമെങ്കിൽ 50 ദിർഹം കൂടി ഇനി വേണമായിരുന്നു. അയാൾ പലരോടും ചോദിച്ചെങ്കിലും പണം കിട്ടിയില്ല. അങ്ങനെയാണ് അയാൾ ഭാര്യയ്ക്ക് വാങ്ങിയ വസ്ത്രം വിറ്റിട്ട് കുട്ടിയുടെ തുണി തപാലിൽ അയക്കാമെന്ന് തീരുമാനിച്ചത്. ഓരോ ചോദ്യം കണ്ടോ, ഞാൻ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും എഴുതിയെടുക്കത്തക്ക രീതിയിൽ തന്നെയാണ് എഴുതി തന്നേക്കുന്നത് കേട്ടോ. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കേട്ടോ. തെറ്റില്ലാതെ എഴുതിയാൽ വേണം. എഴുതിയെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തെറ്റില്ല. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആൻസർ. പിന്നെ അതിനകത്തിൽ ഒരു ചോദ്യം കൂടെ ഉണ്ടോ നിങ്ങളുടെ ടെസ്റ്റിൽ? ഈ വാക്കുകൾക്കപ്പുറം കോയയുടെ മുറിയിലെ അനക്കമില്ലാത്ത അവസ്ഥ കഥാകൃത്ത് ആവിഷ്കരിക്കുന്നത് നോക്കൂ. ഒന്ന് നോക്കിയേ. കോയയുടെ മുറിയിലെ നിശ്ചലത താളം കെട്ടി നിന്നു. പിന്നെ അതുപോലുള്ള പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്ട് കണ്ടെത്തി അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പോയിന്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒന്നാമത്തെ, കോയയുടെ മുറിയിൽ നിശ്ചലത തളം കെട്ടി നിന്നു. രണ്ടാമത്തെ, അന്താളിച്ച കണ്ണുകൾ ഒടുവിൽ ഒരു പച്ചപ്പെട്ടിയിൽ തങ്ങി നിന്നു. സന്തോഷത്തിൻ്റെ അവസാന ബിന്ദു കാറ്റുപൊട്ടി പറത്തിക്കളയുന്നത് പോലെ അങ്ങ് ഇല്ലാതായി. പെട്ടെന്ന് പ്രതീക്ഷയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും തരി അയാളുടെ ഉള്ളിൽ വീണു. ഇതൊക്കെ എന്താണ്? ആ പാഠത്തിനകത്തിലെ അനക്കമില്ലാത്ത അവസ്ഥ അല്ലേ? എന്ന് വെച്ചാൽ ഇതൊന്നും അയച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല അല്ലേ? അന്നേരം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയല്ലേ? അത് മിക്കവാറും ഉള്ളവരെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അല്ലേ? നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ നിങ്ങളെ? നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ എല്ലാവരും പറയും എൻ്റെ അച്ഛനും അമ്മയും ഗൾഫിലാണ്. അപ്പോൾ ഗൾഫിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കിടന്ന് കഷ്ടപ്പെടുമായിരിക്കും നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി. നിങ്ങളത് ഓർത്ത് വേണം കേട്ടോ. നിങ്ങളുടെയൊക്കെയും കാണുമായിരിക്കും, അച്ഛനും അമ്മയൊക്കെ കാണുമായിരിക്കും ഗൾഫിലോ എവിടോ ഏതോ സ്ഥലത്ത് പോയി ജോലി ചെയ്യുന്നത് കാണുമായിരിക്കും. അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് കേട്ടോ. അവരൊക്കെ നിങ്ങളിപ്പം ചിക്കനും മട്ടനും ബിരിയാണിയും മറ്റേതും മറിച്ചതും ഒക്കെ ആയിരിക്കും കഴിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ മിക്കവാറും ഉള്ള ഗൾഫുകാരുടെ എല്ലാ അവസ്ഥ എന്തെങ്കിലും കുബൂസോ എന്തെങ്കിലും ഒരു കറിയോ ഒക്കെ ലൈറ്റായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചായിരിക്കും ഓരോ ദിവസവും തള്ളിവിടുന്നത്. കാരണം 1 രൂപ മിച്ചം പിടിക്കാമെങ്കിൽ അത്രയും ആയിക്കോട്ടെ എന്നൊക്കെ കരുതി കേട്ടോ. നമ്മളെല്ലാം നമ്മുടെ അച്ഛൻ്റെയും അമ്മയും കഷ്ടപ്പാടറിഞ്ഞ് വേണം കുഞ്ഞുങ്ങളെ പഠിച്ച് രക്ഷപ്പെടണം കേട്ടോ. നല്ലതുപോലെ പഠിച്ച് രക്ഷപ്പെട്ട് നമ്മുടെ അച്ഛനെയും അമ്മയും നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മൾ ഈ പാഠം ഇത്രയും വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് പുതിയ പാഠങ്ങളുമായിട്ട് ഇനി നമുക്ക് കാണാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, ഓൾ ദ ബെസ്റ്റ്. വൃത്തിയായിട്ട് പഠിക്കണേ. താങ്ക്സ്.